അമ്മ ആ മൂർത്തി ഒന്ന് ശ്രദ്ധിച്ചോണം. അയാൾ വളരെ ഡേഞ്ചറസാ. എനിക്കവനെ കാണുന്നത് തന്നെ ഇഷ്ടമല്ല. അവനാ അനിരുദ്ധേട്ടനെ കൊല്ലാൻ അവൾക്കൊപ്പം കൂട്ടുനിന്നത്. വേറെവിടെങ്കിലും വേദനയുണ്ടോ മോളെ? ഇല്ല അങ്കിളേ. ഈശ്വര, ഇവളുടെ അച്ഛൻ ഞാനാണെന്ന് ഇവളോട് ഞാൻ എങ്ങനെ പറയും? ഇന്നും ചോക്ലേറ്റ് വാങ്ങിച്ചിട്ട് വന്നോ? ഇത് ഞാൻ മോൾക്ക് വേണ്ടി പ്രത്യേകം വാങ്ങിയതാ. എനിക്ക് വേണ്ടിയോ? അപ്പൊ അമ്മൂനും എന്തോലും വാങ്ങിയില്ലേ? അവർക്ക് വേറെ ചോക്ലേറ്റ് വാങ്ങിയിട്ടുണ്ട്. മോൾ എങ്ങനെയാ പോകുന്നേ? ഇന്ന് സ്കൂൾ ബസ് ഇല്ല, എന്നെ അച്ഛൻ കൂട്ടാൻ വരും. മോളെ, മോള് വിചാരിക്കുന്ന പോലെ ഗോകുലല്ല, ഞാനാ മോളുടെ അച്ഛൻ. അധികം താമസിക്കാതെ ഈ സത്യം അച്ഛൻ മോളോട് പറയും. സ്വന്തം മോളോടുള്ള സച്ചേട്ടന്റെ സ്നേഹം കണ്ടില്ലേ? എനിക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയെന്ന സത്യം അറിഞ്ഞ സച്ചേട്ടൻ ഇപ്പൊ തന്നെ എന്നെ മോളെയും കൊണ്ടുപോകും. ഇന്ദു, സച്ചേച്ചണല്ലോ. വാ ചിപ്പി, ഞങ്ങള് പോവാണേ. ടാറ്റാ. അതെ, മോളെ ഇന്ന് അച്ഛൻ അല്ല അങ്കിള് മോളെ കൊണ്ടുവിടാം. വേണ്ട അങ്കിൾ, അച്ഛൻ വരും. ആ, മോളുടെ അച്ഛനോട് വരണ്ടെന്ന് നമുക്ക് വിളിച്ചു പറയാം. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോവാം. അതാവുമ്പോ മോള് കുറച്ചേരം ഞങ്ങളുടെ കൂടെ ഉണ്ടാവുമല്ലോ. അതിനു മുമ്പ് അച്ഛൻ വന്നാലോ? ആ, നമുക്ക് ഇപ്പൊ തന്നെ അച്ഛനെ വിളിച്ചു പറയാം. മോള് പോയി ബാഗ് എടുത്തിട്ട് വാ. മോളെ അവിടെ കൊണ്ടുവിട്ടിട്ടേ അങ്കിള് പോവൂ. അതുപോരെ? ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ പോയി ബാഗ് എടുത്തിട്ട് വരാം. ശരി, ചെല്ലേ. മക്കള് കേറ്, വാ. ബൈ ചിപ്പി. ഗൗരിമോള് ബാഗൊക്കെ ആയിട്ട് എങ്ങോട്ടാ പോകാൻ പോകുന്നത്? ഈശ്വര, സച്ചേട്ടൻ മോളെ വീട്ടിലേക്ക് കൊണ്ടുപോകണം തോന്നല്ലോ. ഗോകുല് തറഞ്ഞ ആകെ പ്രശ്നവും. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അപ്പൊ നമുക്ക് പോവാം. മോള് കേറിക്കോ. ഗൗരിമോളെ, അങ്കിളെ, എന്റെ അമ്മ വന്നു. വാ. അർച്ചന, അർച്ചന, ഒന്ന് നിക്ക്. നിങ്ങൾക്ക് എന്താ വേണ്ടേ? അർച്ചന, ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. അർച്ചനയോ? ഞാൻ നിങ്ങളുടെ അർച്ചനയല്ലെന്ന് എത്ര തവണ ഞാൻ പറഞ്ഞു. അർച്ചന, പ്ലീസ് ഒന്ന് സംസാരിച്ചൂടെ? ഞാൻ പറയുന്ന ഒന്ന് കേൾക്കാനുള്ള സമയം എനിക്ക് തരണം. അങ്കിൾ, അങ്കിൾ എന്തിനാ എന്റെ അമ്മ അർച്ചന എന്ന് വിളിക്കുന്നേ? എന്റെ അമ്മയുടെ പേര് സമൃദ്ധ എന്നാ. മിസ്സസ് സമൃദ്ധ ഗോകുൽ അല്ലേ അമ്മേ? ആ, അതെ, അമ്മയുടെ പേര് സമൃദ്ധൻ തന്നെയാ. ഈ അങ്കിളിനെ തെറ്റിയതായിരിക്കും. അർച്ചന, വാ നമുക്ക് പോവാം.
അർച്ചന കേറ്. ദാ, അമ്മയ്ക്ക് അച്ഛൻ്റെ ഒരു പഴയ ഫ്രണ്ട് സുഗതമേനോൻ ഓർമ്മയുണ്ടോ? ഏത് സുഗതം മേനോൻ? എനിക്ക് ഓർമ്മയില്ലല്ലോ. അമ്മ മറന്നുപോയതായിരിക്കും. അദ്ദേഹം നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടെന്നാ പറഞ്ഞ. മറ്റേ തിയേറ്റർ ബിസിനസ് ഒക്കെ ഉള്ള. ഓ, ഇപ്പൊ മനസ്സിലായി. അച്ഛനാ അദ്ദേഹത്തിന് തിയേറ്ററൊക്കെ മേടിച്ചു കൊടുത്തേ. അയാളെ നീ എങ്ങനെയാ കണ്ടുപിടിച്ചേ? ഞാനല്ല, രാജീവ് സാർ അദ്ദേഹത്തെ കണ്ടുപിടിച്ച്. അദ്ദേഹം വഴിയാ നമ്മുടെ ഈ കേസ് മൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അയാൾ സമ്മതിച്ചോ? ആ പെൻഡ്രൈവിലുള്ള കാര്യങ്ങള് രാജീവ് സാർ അദ്ദേഹത്തെ കാണിച്ചിരുന്നു. അത് കണ്ടപ്പോഴാ അദ്ദേഹത്തിന് കൂടെ നിൽക്കാന്ന് സമ്മതിച്ചത്. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യണ്ടേ? നമ്മളൊന്നും ചെയ്യണ്ട, വെറുതെ നിന്നു കൊടുത്താൽ മാത്രം മതി. ബാക്കിയെല്ലാം അവര് ചെയ്തോളും. നമ്മളിവിടെ മാക്സിമം അവന്തിയെ സപ്പോർട്ട് ചെയ്യുക, ഒന്നും അറിയാത്ത പോലെ പെരുമാറുക. എല്ലാം ഉള്ളി വെച്ചുകൊണ്ട് ഒന്നും അറിയാത്ത പോലെ നിൽക്കാൻ എനിക്ക് പലപ്പോഴും പറ്റുന്നില്ല. നിന്റെ അച്ഛനെ കൊന്നവള് എന്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോ പലപ്പോഴും എനിക്ക് നിയന്ത്രണം വിട്ടുപോവുക. അമ്മ വെറുതെ എടുത്ത് ചാടാനൊന്നും നിൽക്കണ്ട. അച്ഛനെ ഇല്ലാതെ ഇവര് നമ്മുടെ മുന്നിൽ വന്ന് പെട്ടത് നമ്മൾ പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ലല്ലോ. നമ്മൾ ലക്ഷ്യത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് അമ്മ അരുതാത്തതൊന്നും ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഒന്നും നിൽക്കണ്ട. അടുത്ത ദിവസം മുതൽ ഞാൻ കൂടുതൽ സമയം ഓഫീസിലായിരിക്കും. ചില ഡോക്യുമെന്റ്സ് ഇനിയും അവിടെ നിന്ന് എടുക്കാനുണ്ട്. അമ്മ ആ മൂർത്തി ഒന്ന് ശ്രദ്ധിച്ചോണം. അയാൾ വളരെ ഡേഞ്ചറസാ. എനിക്കവനെ കാണുന്നത് തന്നെ ഇഷ്ടമല്ല. അവനാ അനിരുദ്ധേട്ടനെ കൊല്ലാൻ അവൾക്കൊപ്പം കൂട്ടുനിന്നത്.